ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ NIA കോടതി. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക അംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക അംഗമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് 9 ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്കിറങ്ങുന്നത്. 50,000 രൂപ വീതം ബോണ്ടും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം, 2 ആൾജാമ്യവും നൽകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കേന്ദ്രത്തിന്റെ ഇടപെടൽ കാരണം ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ പ്രതികരിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു. എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് ഇത് കേട്ടു. പിന്നെ നമ്മുടെ ഓരോ വിശ്വാസമല്ലേ, ജാമ്യം കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഇടപെടലുണ്ടായപ്പം കിട്ടും എന്ന് തന്നെ ഒരു വിശ്വാസം നമുക്കുണ്ടായി. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 9 ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് മോചനമായിരിക്കുന്നു. ഇതിൽ BJPയോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾ. KCBC ഏൽപ്പിച്ച ദൗത്യം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 ദിവസമായി നടന്നുവരുന്ന വലിയ പരിശ്രമം, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. വിവരങ്ങൾ. ദിലിമ, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള 2 മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ബിലാസ്പൂർ NIA കോടതിയാണ് ഇന്ന് ജാമ്യം നൽകിയത്. കേസിന്റെ വാദം, ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം ഇന്നലെ കോടതിയിൽ നടന്നിരുന്നു. അതിലേറ്റവും നിർണായകമായത് ഈ കേസിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കാതെ നിലപാട് മയപ്പെടുത്തിയ പ്രോസിക്യൂഷന്റെ നടപടിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാൻ കാരണമായിട്ടുള്ളത്. അത്തരത്തിലൊരു നിലപാട് മയപ്പെടുത്താൻ കാരണം വിഷയത്തിൽ കേന്ദ്ര ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ തന്നെയാണ്. അതല്ലാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസിൽ, അതായത് കന്യാസ്ത്രീകളെയും അവരുടെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ്. അത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസിൽ പ്രോസിക്യൂഷന്റെ നിലപാട് മയപ്പെടുത്താതെ ഒരു കാരണവശാലും അടുത്തൊന്നും ജാമ്യം ലഭിക്കില്ല എന്ന് നിയമവിദഗ്ധർ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളായതുകൊണ്ട് തന്നെയും BJP കേരള ഘടകത്തിന്റെ ഇടപെടലുണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും ഛത്തീസ്ഗഡിലെത്തി അവിടെ മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ വിഷയത്തിന്മേൽ സഭ നൽകിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നതിന്റെ വാദവും ഒപ്പം ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട രേഖകളും സംസ്ഥാന സർക്കാരിന് മുൻപിലും ആ വിഷയം കേന്ദ്ര സർക്കാരിന് മുൻപിലും ഉന്നയിക്കാൻ സാധിച്ചു. അത്തരത്തിലൂടെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാട് മയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കും ഏറ്റവും ഒടുവിൽ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിലേക്കും ഈ വിഷയത്തിൽ വഴിവെച്ചിട്ടുള്ളത്. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നത്. അതും ഇത്തരത്തിലൊരു കേസിൽ തീർത്തും നിസ്സാരമായിട്ടുള്ള ഉപാധികളോടുകൂടിയാണ് ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 2 ആളുകളുടെ ജാമ്യം, അത് ഏത് കേസിലും അത്തരത്തിൽ ജാമ്യം നൽകുമ്പോൾ 2 ആൾ ജാമ്യം, ഒപ്പം 50,000 രൂപയുടെ ബോണ്ട്, കൂടാതെ പാസ്പോർട്ട് കെട്ടിവെക്കണം. തീർച്ചയായും ഇത്തരം കേസുകളിൽ അതിന്റെ നടപടികൾ അവസാനിക്കുന്നതുവരെ കേസ് ചുമത്തപ്പെട്ടവർ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള സ്വാഭാവിക നടപടി എന്ന പേരിലാണ് പാസ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നിസ്സാരമായിട്ടുള്ള ഉപാധികളോടുകൂടിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. അതിലേക്ക് വഴിവെച്ചിട്ടുള്ളത് ഈ കേസിൽ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർക്കാതെ പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തിയതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത്. പ്രോസിക്യൂഷന്റെ നിലപാടാണ് നമ്മളിവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. ഇന്നലെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു എതിർപ്പ് ഉണ്ടായില്ല. മാത്രവുമല്ല, കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരാവശ്യം പോലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചില്ല. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിലേക്ക് വഴിവെച്ചിരിക്കുന്ന സുപ്രധാന കാര്യം. പക്ഷേ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ നൽകിയത് പ്രോസിക്യൂഷൻ ഈ ജാമ്യ അപേക്ഷയെ എതിർത്തു എന്ന രീതിയിലാണ് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ജനം TV മാത്രമാണ് സത്യം മുന്നോട്ട് പറഞ്ഞത്. BJP നേതാക്കൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, പ്രോസിക്യൂഷന്റെ നിലപാട് ഈ കേസിൽ വളരെ നിർണായകമാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ അനുകൂല നിലപാടെടുത്തതുകൊണ്ട് മാത്രമാണ് മനുഷ്യത്വപരമായ പരിഗണനകൾ മുൻനിർത്തി ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയുണ്ടായത്. അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്?
ദിലിമ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. കൂടാതെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എംപിമാർ ഛത്തീസ്ഗഡിൽ എത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള എന്ത് ഇടപെടലുകൾ ഈ എംപിമാരുൾപ്പെടെയുള്ളവർ നടത്തി എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി ബാക്കി നിൽക്കുകയാണ്. കൂടാതെ പ്രോസിക്യൂഷന്റെ നിലപാട് ഇന്നലെ ഈ കേസിൽ ബിലാസ്പൂർ NIA കോടതിയിൽ വാദം പൂർത്തിയായതിനു ശേഷം കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ, അതിൽ മലയാളി അഭിഭാഷകനുണ്ട്. അദ്ദേഹം മലയാളി മാധ്യമങ്ങൾക്ക് മുൻപിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രോസിക്യൂഷൻ ഇതിൽ നിലപാട് മയപ്പെടുത്തി സ്വാഭാവിക രീതിയിലുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചു എന്നതല്ലാതെ ഗൗരവമുള്ള എതിർപ്പ് കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനു മേൽ പ്രോസിക്യൂഷൻ നടത്തിയിട്ടില്ല എന്ന് മലയാളത്തിൽ ആ അഭിഭാഷകൻ മാധ്യമങ്ങൾക്ക് മുൻപേ മൈക്കിന് മുൻപിൽ പറഞ്ഞിരുന്നു. എന്നാൽ അത് വളരെ അധികം വളച്ചൊടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളും പ്രചരിപ്പിച്ചത്. പ്രോസിക്യൂഷനും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരും ജാമ്യത്തെ എതിർത്തു. അതുകൊണ്ട് ജാമ്യം ഇനിയും വൈകും. ഷോൺ ജോർജ് ഉൾപ്പെടെ പ്രതികരിച്ചതുപോലെ ഈ ജാമ്യം ലഭിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടവും രാഷ്ട്രീയ പ്രചാരണവും ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നമുക്കേതായാലും വിലയിരുത്താൻ സാധിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനപ്പുറത്തേക്ക് മാധ്യമ ശ്രദ്ധ നേടാനുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും അതിന് ഒത്താശ ചെയ്യുന്ന ചില പ്രചാരണങ്ങൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടായി എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കും. ഒപ്പം ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്താതെ ഒരു കാരണവശാലും ഈ കേസിൽ ജാമ്യം ലഭിക്കില്ല എന്നതിന്റെ ഏറ്റവും ഉദാഹരണവും നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതും സമാനമായ കേസുകളിൽ അതേ സംസ്ഥാനത്ത് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് തന്നെ 2021 മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് അതേ കുറ്റം ചുമത്തിക്കൊണ്ട് ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ആ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർക്ക് ഏകദേശം 9 മാസക്കാലത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു ജാമ്യം ലഭിക്കാൻ. കാരണം അത്രയധികം ഗുരുതരമായ വകുപ്പുകളാണ്, അത്രയധികം സെൻസിറ്റീവായ വിഷയമാണ് ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വടക്കിഴക്കൻ മേഖലകളിലെല്ലാം ഈ നിർബന്ധിത മതപരിവർത്തനം പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഗോത്ര BJP രാഷ്ട്രീയമായല്ല ഈ വിഷയത്തെ കണ്ടത്, മനുഷ്യത്വപരമായ ഇടപെടലാണ് BJPയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്.